ടെക്സസിലെ ഫ്രിസ്കോയിലുള്ള ഒരു കോസ്കോ ഔട്ട്ലെറ്റിലെ വീഡിയോ പങ്കുവച്ചുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഔട്ട്ലെറ്റ് നിറയെ ഇന്ത്യക്കാരെയാണ് കാണാൻ കഴിയുന്നതെന്നും അമേരിക്കക്കാരെ ആരെയും കാണാനില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. ഫ്രിസ്കോയിലെ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള വംശീയ വിമർശനമാണ് പോസ്റ്റിൻ്റെ സാരാംശം. സ്കിൽഡ് പ്രൊഫഷൻസിലുള്ള താൽക്കാലിക വർക്ക് വിസയായ H-1B വിസയ്ക്കെതിരെയും പോസ്റ്റിൽ വിമർശനമുണ്ട്. പോസ്റ്റ് 9 മില്യണിലധികം ആളുകളാണ് കണ്ടത്. പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ വാരാന്ത്യത്തിൽ ടെക്സസിലെ ഫ്രിസ്കോയിൽ കോസ്കോ ഇന്ത്യക്കാർ ഏറ്റെടുത്തതായി കാണാൻ കഴിയുന്നു. അമേരിക്കക്കാരെയൊന്നും കാണാനില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഫ്രിസ്കോയിലെ ഇന്ത്യൻ ജനസംഖ്യ 4510% വർദ്ധിച്ചു. ഇത് നഗരത്തിൻ്റെ 2.5% നിന്ന് ഏകദേശം 1/3 ഉയർന്നു. H-1B വഞ്ചന നമ്മുടെ ജനങ്ങളുടെ ജോലികൾ കവർന്നെടുക്കുന്നു, നമ്മളുടെ പൈതൃകം ഇല്ലാതാക്കുന്നു, നമ്മളുടെ സമൂഹങ്ങളെ ഇല്ലാതാക്കുന്നു. അമേരിക്കയുടെ കഠിനമായ പുതിയ യാഥാർത്ഥ്യം. ഓഗസ്റ്റ് 4 പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് എത്തിയിരിക്കുന്നത്. ഒരു ജനതയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റു ചിലർ വംശീയപരമായ പരാമർശങ്ങൾ നടത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കുഴപ്പമാണെന്ന തരത്തിലാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ജനസംഖ്യാപരമായ പെട്ടെന്നുള്ള മാറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് വംശീയതയല്ലെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. വെളുത്ത വർഗ്ഗക്കാർ ഇല്ലാതാകുന്നതുവരെ വെളുത്ത സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. അതിനാൽ ടെക്സസിൽ ഈ ആളുകൾ ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് ഒരാളുടെ പ്രതികരണം. ആ സ്റ്റോറിൽ ശരാശരി അമേരിക്കക്കാരൻ അങ്ങനെ ചെയ്യാത്തതിനാൽ ഇന്ത്യക്കാർ സമ്പദ് വ്യവസ്ഥയിൽ പണം ചെലവഴിക്കുന്നതിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് ഒരാളുടെ കമൻറ്റ്. വെള്ളക്കാർ ജീവിക്കുന്ന അതേ സ്ഥലത്ത് ആളുകൾ ഷോപ്പിംഗ് നടത്തുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് ദേഷ്യമെന്ന് ഒരാൾ ചോദിക്കുന്നു. അമേരിക്കയിലെ ഇന്ത്യക്കാർ വംശീയപരമായ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടുന്നത് ഇതാദ്യമല്ല. ഇക്കഴിഞ്ഞ മാസം അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരനോട് വംശീയ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇന്ത്യക്കാരുടെ കുടിയേറ്റം ഇഷ്ടപ്പെടുന്നില്ലെന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെന്നും ആക്രോശിക്കുന്ന അമേരിക്കക്കാരനും ശാന്തമായി പ്രതികരിക്കുന്ന ഇന്ത്യക്കാരനുമുള്ള വീഡിയോയാണ് പുറത്തു വന്നത്. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്നായിരുന്നു ഒരാൾ പറയുന്നത്. ഇവിടെ നിറയെ തവിട്ട് നിറമുള്ളവരാണ്, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തു വന്നിരുന്നു. H-1B വിസയിൽ ഇന്ത്യക്കാർ എത്തുന്നതിനെതിരെ പ്രതികരണങ്ങൾ നിരവധിയാണ്. H-1B വൈറസിനെ വ്യാപിപ്പിക്കുന്നത് നിർത്തണമെന്ന ആവശ്യവുമായി ഒരു അമേരിക്കക്കാരൻ്റെ വീഡിയോയും ഈ വർഷം ആദ്യം പ്രചരിച്ചിരുന്നു. അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് പലതരത്തിലുള്ള വിവേചനങ്ങളും വംശീയതയും നേരിടേണ്ടി വരുന്നുണ്ട്. തൊലിയുടെ നിറം, ഭാഷാശൈലി, സംസ്കാരം എന്നിവയുടെ പേരിലാണ് ഇത് കൂടുതൽ. പകുതിയോളം ഇന്ത്യക്കാർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു പഠനത്തിൽ പറയുന്നു. മോശം പേരുകൾ വിളിക്കുന്നത്, പേരുകൾ തെറ്റായി പറയുന്നത്, ഇംഗ്ലീഷ് അറിയില്ലെന്ന് വിചാരിക്കുന്നത് എന്നിങ്ങനെ നീളുന്നു അവ. കോവിഡ് കാലത്ത് പല ഏഷ്യക്കാരും രോഗം പരത്തുന്നവരാണെന്ന് മുദ്ര കുത്തിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.